നമസ്കാരം. ജ്യോതിഷ ഭാരതിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജന്മനക്ഷത്ര വൃക്ഷങ്ങൾ എന്ന വിഭാഗത്തിൽ ചോതി നക്ഷത്രത്തിൻ്റെ ജന്മവൃക്ഷത്തെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. നീർമരുതാണ് ചോതി നക്ഷത്രത്തിൻ്റെ വൃക്ഷം. ചോതി അഥവാ സ്വാതി നക്ഷത്രം ഊൺനാളുകളിൽപ്പെടുന്നൊരു നക്ഷത്രമാണ്. കൃഷി, വാഹനങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ചോതി നക്ഷത്രം നമ്മൾ പരിഗണിക്കാറുണ്ട്. നീർമരുതിൻ്റെ തൊലി അരച്ച് പാലിൽ ചേർത്ത് 2 തവണ കഴിക്കുന്നത് ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് നല്ലതാണ്. ബ്ലീഡിങ്ങിനും നല്ലൊരു മരുന്നായി ഇത് ഉപയോഗിച്ചു വരുന്നുണ്ട്. നീർമരുതിനെ വീരവൃക്ഷം എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഒരു വീരത്വം ചോതി നക്ഷത്രക്കാരിലും കണ്ടുവരുന്നുണ്ട്. സംസ്കൃതത്തിൽ അർജുന എന്നാണ് നീർമരുതിനെ പറയുന്നത്. പുഴയുടെ തീരങ്ങളിൽ നീർമരുത് കണ്ടുവരുന്നുണ്ട്. നീർമരുതിൻ്റെ സാന്നിധ്യം മണ്ണിൻ്റെ ഫലപുഷ്ടിയെ കാണിക്കുന്നതായി വരാഹമിഹിരാചാര്യർ പറഞ്ഞിട്ടുണ്ട്. ചോതി നക്ഷത്രക്കാരുടെ മനസ്സും ശരീരവും ഒരുപോലെ ബലമുള്ളതായിരിക്കും. സംസ്കൃതത്തിൽ കകുഭ എന്നൊരു പേരുകൂടി നീർമരുതിനുണ്ട്. ഇന്ത്യയിൽ നീർമരുത് സമൃദ്ധിയായി വളരുന്നുണ്ട്. വൈഷ്ണവ സങ്കല്പത്തിൽ അരയാലിനുള്ളത്ര പ്രാധാന്യം ശൈവ സങ്കല്പത്തിൽ നീർമരുതിനുമുണ്ട്. അർജുനൻ മരുതുമര ചുവട്ടിലിരുന്ന് ശിവതപം ചെയ്തതായി പുരാണങ്ങളിൽ പറയുന്നുണ്ട്. മരത്തുലി ആനക്കൊമ്പ് പോലെ മിനുസമുള്ളതാണ്. പത്രഫലകത്തിൻ്റെ അടിയിലായി 2 ഗ്രന്ഥികളുമുണ്ട്. ഏപ്രിലിൽ പൂക്കാലം ആരംഭിക്കുന്നു. 1 കിലോയിൽ ഏകദേശം 200ഓളം കായ്കളുണ്ടാകും. തടിയുടെ വെള്ളയ്ക്ക് മങ്ങിയ വെള്ള നിറവും കാതൽ ഉറപ്പുള്ളതും ധൂമ്രവർണ്ണമുള്ളതുമാണ്. ബലമുള്ള ദാരുവർഗത്തിൽ കൗടില്യൻ നീർമരുതിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നീർമരുത് ഒരു കാർഡിയാക് ടോണിക് കൂടിയാണ്. 100 ഗ്രാം മരുതിൻ തോൽ, 4 ചെമ്പരത്തിപ്പൂവ് ഇവ 4 ഗ്ലാസ് വെള്ളത്തിൽ കാച്ചി പകുതിയാക്കി കാലത്തും വൈകിട്ടും കഴിച്ചാൽ ഹൃദ്രോഗം ശമിക്കും എന്ന് സിദ്ധശാസ്ത്രത്തിൽ പറയുന്നു. ഇവിടെ മുളകും പുളിയും പഥ്യമാണ്. നീർമരുത്, ഞാവൽ, പേരാൽ എന്നിവയുടെ തോൽ 50 ഗ്രാം വീതമെടുത്ത് ഒരു മൺപാത്രത്തിലിട്ട് 2 ഗ്ലാസ് ശുദ്ധജലമൊഴിച്ച് കാച്ചി പകുതിയാക്കി ദിവസേന 2 നേരം വീതം 120 ദിവസം തുടർച്ചയായി കഴിച്ചാൽ മൂത്രത്തിലെയും രക്തത്തിലെയും പഞ്ചസാരയുടെ അംശം അത്ഭുതകരമായി കുറയുന്നതാണ്. നീർമരുതിൻ്റെ തോൽ അരച്ച് തേനിൽ ചേർത്ത് ഇട്ടാൽ മുഖക്കുരുവിനും അതുപോലെ വ്രണം, ചർമ്മരോഗങ്ങൾ എന്നിവയ്ക്കും ഉത്തമ പ്രതിവിധിയായി ചരകൻ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പ്രമേഹത്തിന് അലോപ്പതിയിലെ ഇൻസുലിൻ ഉപയോഗം ഇൻസുലിൻ കോമയ്ക്കും തലചുറ്റലിനും കാരണമാകുന്നു. നീർമരുതിൻ്റെ പ്രമേഹത്തെ തടയാനുള്ള കഴിവിനെ സിദ്ധസമ്രാട്ടായിരുന്ന കുപ്പമുനിയും അംഗീകരിച്ചിട്ടുണ്ട്. ഹരി ഓം തത്സത്. ജ്യോതിഷ ഭാരതി.